ഹായ് എസ് എൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതായത് മേ ബി നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തു നിന്നുള്ള ബിഹേവിയറിൽ നിന്നും ആയിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവുക. അതായത് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് സൂക്ഷിക്കണം എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. അതായത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് അധിക നാൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ നമുക്ക് നോക്കാം നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, റെഡ് ഫ്ലാഗ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിയന്ത്രണവും കൃത്രിമത്വമാണ്. അതായത് നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ഇമോഷൻസ്, ഇതിനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുക എന്നുള്ളത്. ഇത് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നമ്മൾ കാണുന്ന ഒരു രീതിയിലുള്ള ബിഹേവിയർ ആണ്. മാത്രമല്ല ഇത് നമുക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും അത് അവർ ചോദിക്കുക, അതേപോലെ തന്നെ അവരതിനെ നിയന്ത്രിക്കാൻ നോക്കുക, ചെയ്യരുതെന്ന് പറയുക, തടസ്സം നിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാനായിട്ട് കഴിയും. അറ്റ് സെയിം ടൈം കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ അവർ വാല്യൂ തരുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസ് നമുക്ക് എത്ര വലിയ സങ്കടം വന്നു കഴിഞ്ഞാലും അത്ര വലിയ കാര്യമല്ല എന്നവർ കരുതുന്നുണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ എപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയാണ് ആ പേഴ്സൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കാം. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അനാദരവും താഴ്ത്തലുമാണ്. അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇകഴ്ത്തുക, അതേപോലെ തന്നെ വിമർശിക്കുക, ഈ രീതിയിലായിരിക്കും അവർ നമ്മളോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നമ്മളോട് ഒറ്റയ്ക്ക് എന്ന് മാത്രമല്ല, ചിലപ്പോൾ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇത്തരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുകയും അതേപോലെ ഇകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. ഇകഴ്ത്തുക എന്ന് പറയുമ്പോൾ പുകഴ്ത്തുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നമ്മളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക എന്നൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ വിളിച്ച് നാണം കെടുത്തുക, ഈ രീതിയിലൊക്കെ ആയിരിക്കും അവർ നമ്മളോട് ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രവൃത്തികൾ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടാവും, പോകെ പോകെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തീരെ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് തുടക്കത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് അത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊന്ന് അവരോട് ഡയറക്റ്റായിട്ട് പറഞ്ഞു തിരുത്താനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരിക്കലും, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ഓരോ കാര്യങ്ങളിൽ വിമർശിക്കുക, ഇകഴ്ത്തിക്കൊണ്ടിരിക്കുക, അതേപോലെ യാതൊരു ബഹുമാനവും ഇല്ലാതെ അനാദരവോട് കൂടിയിട്ട് നമ്മളോട് പെരുമാറുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വൈകാരിക ലഭ്യതയാണ്. അതായത് ഒന്നില്ലെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ദൂരെ ആയിരിക്കാം. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇമോഷണലി നിങ്ങൾ യാതൊരു വിധത്തിലുള്ള കണക്ഷൻ ഇല്ലാത്തൊരവസ്ഥ. ഇപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും അവർ പ്രതികരിക്കാത്തൊരവസ്ഥ. ഒരു രീതിയിലും അതിനെ നിങ്ങളെ എന്താ പറയുക സമാധാനിപ്പിക്കാൻ നോക്കുക, നിങ്ങളെ ഹാപ്പി ആക്കാൻ നോക്കുക, ഇങ്ങനെയൊന്നും അവർ ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. ഇമോഷണലി അവർ തീരെ നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്തൊരു അവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ ദൂരെ ആയിരിക്കാം, മേ ബി ചിലരുടെ റിലേഷൻഷിപ്പ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. അങ്ങനെ അല്ലാത്ത റിലേഷൻഷിപ്പുകളുണ്ട്, അതായത് ഒട്ടുമിക്ക റിലേഷൻഷിപ്പും അടുത്തുള്ളവരാണ്. സോ അങ്ങനെ ആവുന്ന സമയത്ത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇമോഷണൽ കണക്ഷനാണ്. അതായത് ഇമോഷണലി നമുക്ക് ഒന്ന് ഒരു പ്രശ്നം വരുന്ന സമയത്ത്, വിഷമം വരുന്ന സമയത്ത് നമുക്ക് താങ്ങായിട്ട് നിൽക്കാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ, അത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അവർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിനിപ്പോൾ നമ്മൾ എന്തെങ്കിലും വിഷമം പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു പ്രതികരണവും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കില്ല. മീൻസ് നമ്മളുടെ ഇമോഷൻസിന് യാതൊരു പ്രാധാന്യം അവർ നൽകുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഇമോഷണലി അവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ എന്തുണ്ടെങ്കിലും കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എത്രത്തോളം സ്നേഹം പുറത്ത് കാണിക്കാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ പോലും, അതായത് ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാത്ത ഒരാളാണെങ്കിലും, ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിഷമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും, ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. ഇതൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ലെങ്കിൽ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിലേഷൻഷിപ്പിൽ അത്ര വലിയ താല്പര്യമില്ല എന്ന് വേണം കരുതാനായിട്ട്. സോ ഇങ്ങനെ കാണുകയാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. അതായത് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുക, അത് മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക, നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് തന്നെ പ്രാധാന്യം നൽകുക എന്നുള്ളത്. ഇത് എല്ലാവരുടെ കാര്യം ഇപ്പോൾ നമുക്ക് തന്നെ പ്രാധാന്യം നൽകുക എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അതായത് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മളെ തന്നെയായിരിക്കും. സോ നമുക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം നൽകാറുള്ളത്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, എല്ലാം നമുക്ക് വേണമെന്ന് വിചാരിക്കുക. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക, അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാതിരിക്കുക. അതായത് അവരെന്താ ആയിക്കോട്ടെ, അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ, അവർക്ക് വേണ്ടതൊന്നും ഞാൻ ചെയ്തു കൊടുക്കില്ല, എനിക്ക് എൻ്റെ കാര്യം മതി എന്ന് പറഞ്ഞിട്ട്
എല്ലാം എനിക്ക് കിട്ടണമെന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. സോ അങ്ങനെയുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അങ്ങനെ ഒരാളുമായിട്ടാണ് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. കാരണം എല്ലാം അവർക്ക് മാത്രം മതി, അവരൊരിക്കലും നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം വന്നേക്കാം. സോ ഇത്തരത്തിൽ എപ്പോഴും സ്വാർത്ഥ മനോഭാവം മാത്രമാണ് അവർ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാം എനിക്ക് വേണം, എന്റെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പ്രയാസമാണ്. സോ അങ്ങനെ ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇതൊക്കെ നോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കി വെക്കുക എന്നുള്ളതല്ല. ഇങ്ങനെയൊക്കെയാണ് റിലേഷൻഷിപ്പ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കുറവാണെന്നുള്ളതാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ തന്നെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഈ രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, പെട്ടെന്ന് ദേഷ്യം വരികയും അത് പ്രതികരിക്കുന്ന രീതി വളരെ മോശമായിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരുന്നുണ്ടായിരിക്കും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും ആ ദേഷ്യം തീർക്കുന്നത് നമ്മളോടായിരിക്കും എന്നുള്ളതാണ്. അത് തീർക്കുന്ന രീതി മീൻസ് പ്രതികരിക്കുന്ന രീതി എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. ഒരു ആക്രമണം എന്നുള്ള രീതിയിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ വേദനിപ്പിക്കാൻ നമ്മൾ തയ്യാറാവാറില്ല. പലരും പറയാറുണ്ട് ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നുള്ളത് അറിയില്ല, കണ്ണ് കാണില്ല എന്നൊക്കെ പറയാറുണ്ട്. അതെങ്ങനെ കണ്ണ് കാണാതിരിക്കുക? നമുക്ക് എത്ര ദേഷ്യം വരുന്ന സമയത്തും ശരി, ദേഷ്യം വരുമ്പോൾ നമ്മൾ അടുത്തുള്ള സാധനങ്ങൾ പൊട്ടിക്കാറുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കാറുണ്ടായിരിക്കാം, കൈയൊക്കെ ചുമരിലടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ദേഷ്യം തീർക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, നമ്മൾ സ്നേഹിക്കുന്ന ഒരാളെ വേദനിപ്പിക്കുക, തല്ലി വേദനിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് ചെയ്യുന്നൊരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ആക്രമണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ പേഴ്സണെ നമ്മൾ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. അതായത് നമ്മൾ വേദനിച്ചാലും അവർക്ക് അത്ര വലിയ വിഷമമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ അങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടാവുക. സോ ഇത്തരത്തില് അവര് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമ്മളോട് ദേഷ്യപ്പെടുകയും ഒരു ആക്രമണം എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതും ഒന്ന് സൂക്ഷിക്കുന്നതും ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ, അതായത് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതെല്ലാം റെഡ് ഫ്ലാഗ്സ് ആണ്. എന്തായാലും നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഇത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അവരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ച് അവരുടെ ഈ സ്വഭാവങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വേണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇത് ഒരു രീതിയിൽ നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ശരിയാക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അതേസമയം ഞാൻ വേറൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തന്നെ വേണം, അതായത് ഇവരുടെ ഈ ക്യാരക്ടർ എല്ലാം മാറിയിട്ട് എന്നെ സ്നേഹിക്കുന്ന ഒരാളായിട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ വേണം, അതായത് എനിക്ക് ലൈഫ് ലോങ് ഈ വ്യക്തി തന്നെ വേണം, അതും ഇവരെന്നെയാണ് സ്നേഹിക്കേണ്ടത്, എന്നെ ഒരുപാട് സ്നേഹിക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ പേഴ്സണിൽ ഒരു മാറ്റം വരണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. സോ ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മനോഹരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തി ഹാപ്പി റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മൾ സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതേപോലെ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്